ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സാറൂട്ടനെ അങ്ങ് ഉറക്കി. സാറൂട്ടനെ ഉറക്കുന്ന കൂട്ടത്തിൽ എനിക്ക് നല്ല ഉറക്കം വന്നു. എന്തോ ഒരു ക്ഷീണം പോലെ. പക്ഷേ കിടക്കാൻ സമയമില്ല കേട്ടോ. ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്. കിച്ചൺ ഡ്യൂട്ടിക്ക് നമുക്ക് കയറണം. രാവിലത്തെ കിച്ചൺ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഉച്ച കഴിഞ്ഞത്തെ കിച്ചൺ പരിപാടികളാണ്. അങ്ങനെ നമ്മുടെ സാറൂട്ടനെ നന്നായിട്ട് ഉറക്കി കിടത്തിയതിന് ശേഷം ഇത് ചിക്കനാകട്ടോ, ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. കുറേ തുണി കഴുകി മെഷീൻ്റെ അകത്തിട്ടിരിക്കുന്നു. ഇനി എല്ലാം എടുത്ത് വലിച്ച് വാരിക്കൊണ്ട് വിരിച്ചിടണം. അപ്പം ചിക്കൻ്റെ പരിപാടി ചേട്ടായി അന്നേരത്തേനും വന്നു. ചേട്ടായി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തരുവാണ്. ഇതും ഫുള്ളും കറി വെക്കണ്ട കേട്ടോ. കുറച്ചെടുത്ത് കറി വെച്ചിട്ട് ബാക്കിയെടുത്ത് നമ്മൾ ഫ്രീസറിലോട്ട് കയറ്റി വയ്ക്കും. അപ്പം കറി വെക്കാനുള്ളതെല്ലാം റെഡിയാക്കണം. ചോറ് വൈകുന്നേരം കഞ്ഞി വെക്കണം. അതുപോലെ തന്നെ ചപ്പാത്തി ചുട്ടെടുക്കണം. പാക്കറ്റ് ചപ്പാത്തി. അപ്പം ചിക്കൻ വൈകുന്നേരത്തേനുള്ളത് ഞാൻ പുരട്ടിയൊക്കെ വെച്ചു. വറക്കാൻ തുടങ്ങി. കുറച്ച് വറക്കാനിട്ടിരിക്കുന്നു. ഇനി വറക്കാനുള്ളതിരിക്കുന്നു. വറുത്ത് കോരി കറി വയ്ക്കാമെന്ന് വിചാരിച്ചാട്ടോ. അപ്പം ഇന്നത്തേന് മാത്രമേ ഞാൻ ഇന്ന് കറി വയ്ക്കുന്നുള്ളൂ. പിന്നെ ആ കൂട്ടത്തിൽ ചോറിൻ്റെ കൂട്ടത്തിൽ ചോറ് കഴിക്കുന്നവർക്ക് ഒരു പീച്ചിങ്ങ കേട്ടോ ഇത്. ചതച്ച മുളകും ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് മെഴുക്ക് പുരട്ടി വെച്ചെടുക്കാനായിട്ട് ഇട്ടതാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഇത് കറിയാക്കിയാൽ വെച്ചാൽ മതി. മെഴുക്ക് പുരട്ടി റെഡിയായി. ചോറിനുള്ള അരി തിളച്ച് നന്നായിട്ട് വന്നു. ഇത് കുക്കറിൽ വെച്ച് വേവിച്ചതാട്ടോ അരി. എന്നിട്ട് ഞാൻ തിളപ്പിക്കാനായിട്ട് ഗ്യാസിലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി അത് ഊറ്റിയാൽ മതി. അപ്പോൾ ചപ്പാത്തി സെറ്റായി. കറി അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ വൈകുന്നേരത്തേനുള്ള ചോറ്, മെഴുക്ക് പുരട്ടി, ചിക്കൻ കറി, ചപ്പാത്തി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.